മറ്റു നാടുകളിൽ നിന്നും മലയാള സിനിമയിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ വന്ന് മലയാളികളുടെ മനസ്സിൽ മായാത്തൊരു ഇടം നേടിയവരുമുണ്ട്. ഇക്കൂട്ടത്തിൽ മുന്നിലാണ് നടൻ ബാലയുടെ സ്ഥാനം. തമിഴ്നാട്ടുകാരനാണ് ബാല. അച്ഛനും ചേട്ടനുമൊക്കെ തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖർ. എന്നാൽ ബാല താരമാകുന്നത് മലയാളത്തിലാണ്. മലയാളത്തിൽ നായകനായും വില്ലനായും സഹനടനായുമെല്ലാം കയ്യടി നേടാൻ ബാലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് തൻ്റെ ഓൺ സ്ക്രീൻ പ്രകടനങ്ങളുടെ പേരിൽ മാത്രമല്ല ഓഫ് സ്ക്രീൻ ജീവിതത്തിൻ്റെയും പേരിലാണ് ബാല അറിയപ്പെടുന്നത്. ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹമോചനവും ഇപ്പോഴും മലയാളികൾക്കിടയിലെ ചർച്ചാ വിഷയമാണ്. രണ്ടാമതും വിവാഹിതനായെങ്കിലും ഈ ദാമ്പത്യത്തിനും അധികനാൾ ആയുസ്സുണ്ടായിരുന്നില്ല. ഡോക്ടറായ എലിസബത്താണ് ബാലയുടെ രണ്ടാം ഭാര്യ. ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ബാലയും എലിസബത്തും. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായിരുന്നു ഇരുവരും. ബാലയുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം എലിസബത്ത് കൂടെ തന്നെ നിന്നിരുന്നു. എന്നാൽ ബാലയും എലിസബത്തും പിരിഞ്ഞു. എന്തുകൊണ്ടാണ് തങ്ങൾ പിരിഞ്ഞതെന്ന് ബാലയും എലിസബത്തും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. നാളിതുവരെ ഇരുവരും എവിടെയും പരസ്പരം ചെളിവാരിയെറിയുകയും ചെയ്തിട്ടില്ല. അതേസമയം ബാലയും ആദ്യ ഭാര്യ അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. തൻ്റെ മകളെ കാണാൻ അമൃത അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് പലവട്ടം ബാല രംഗത്തെത്തിയിരുന്നു. പക്ഷേ ബാലയുടെ വാദങ്ങൾ തന്നെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണെന്നും മകളെ കാണണമെന്ന് ഒരിക്കൽ പോലും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമായിരുന്നു അമൃത പറഞ്ഞത്. ഇപ്പോഴിതാ സെല്ലുലോയിഡ് മാഗസിൻ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ബാല പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. മകളെ മിസ് ചെയ്യുന്നുണ്ട് എന്നെന്നും മകളെയും അച്ഛനെയും പിരിക്കരുതെന്നും മകൾക്ക് അച്ഛനെ ആവശ്യമുണ്ടെന്നും അറിഞ്ഞിരിക്കേണ്ടത് അമ്മയാണ്. അത് കോടതി പറഞ്ഞു കൊടുക്കേണ്ടതില്ല, വീട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ടതില്ല, നാട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. മകൾക്ക് അച്ഛൻ വേണോ എന്ന് കോടതി ചോദിക്കേണ്ടതില്ല. മകൾക്ക് അച്ഛൻ വേണം, അച്ഛനും മകൾ വേണം. ഇത് ലോക നിയമമാണ്. ഇതെന്തിനാണ് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത്? സ്വന്തം ചിന്തിച്ചാൽ പോരെ. എന്തിനാണ് ഇത്രയും കമൻറ്റും ചർച്ചയുമൊക്കെ എന്നാണ് ബാല പറയുന്നത്. എന്തുകൊണ്ടാണ് താൻ സിനിമ ചെയ്യാൻ വൈകുന്നതെന്നും ബാല അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഞാൻ കാത്തിരിക്കുകയാണ്. ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. എൻ്റെ വിശ്വാസം ഞാൻ നല്ലൊരു നടനാണെന്നാണ്. അതിൻ്റെ പരമാവധി തരാൻ സാധിക്കണം. സിനിമ വിജയിക്കുകയും വേണം. സിനിമ വിജയിച്ചാൽ മാത്രമേ എന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. എന്നാലേ ഇൻഡസ്ട്രിക്കും ഗുണമുള്ളൂ. ആ ഒരു പോയിന്റിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്നാണ് ബാല പറയുന്നത്. കാശിന് വേണ്ടിയായിരുന്നെങ്കിൽ ഈ 1.5 കൊല്ലത്തിനിടെ എനിക്ക് 20 പടമെങ്കിലും ചെയ്യാമായിരുന്നു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ചുമ്മാ സിനിമകൾ ചെയ്താൽ എന്നിലുള്ള വിശ്വാസം നഷ്ടമാകും. ഞാൻ ഭൂമിയിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ചത്തുപോയ ഒരാൾക്ക് ജീവിതം തന്നെ തരാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ നല്ല പടം തരാൻ ദൈവത്തിന് സാധിക്കില്ലേ? അതുവരെ കാത്തിരിക്കണം. അതാണ് എൻ്റെ തൊഴിൽ ധർമ്മം എന്നാണ് ബാല പറയുന്നത്.